ഹലോ ഗായ്സ്, എല്ലാവർക്കും എക്സ്പ്രസ് സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ആർമർ ടൂൾസ് എല്ലാം കംപ്ലീറ്റ് മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട ഇൻവെൻട്രിയിലോട്ട് കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ടൂൾസ് വിത്ത് എൻജാൻറ്റ്, അതിൽ ഗോൾഡൻ ക്യാരറ്റ്, ഒരു OP ബോ. വേറെ എന്ത് വേണം നമുക്ക് ഡ്രാഗനെ കൊല്ലാനായിട്ട്? അത് അടുത്ത എപ്പിസോഡിലാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിലുള്ള പ്രിപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓഫ് ക്യാമറ ഞാൻ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തായിരുന്നു ഈ ഒരു ബോംബ് ഫാർമിൽ. ഞാനിവിടെ നിന്ന് ചുമ്മാ ഇങ്ങനെ ഈ ഒരു മെൻറ്റ് ചെയ്യാനായിട്ട് ഇവന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു ട്രൈഡൻ കില്ലർ സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പിസ്റ്റനും മറ്റേ റെസ്റ്റോറൻറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ട്രൈഡൻ കില്ലർ സെറ്റ് ചെയ്തു. പിന്നെ ട്രൈഡൻറ്റ് പറഞ്ഞു. പിന്നെ ഈ ഒരു ഓൺ ഓഫ് സ്വിച്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇത് ഓണാക്കിയിട്ട് ഇതിനകത്ത് കയറി ഇങ്ങനെ നിൽക്കും. ഈ 2 ബ്ലോക്ക് അങ്ങ് മാറ്റിയിട്ട് ഓക്കെ, ഇവിടെയാണ് നമ്മുടെ എല്ലാം വരുന്നത്. ഇവിടെ അങ്ങ് നിന്നാൽ മതി, ലെവലും കിട്ടും. പിന്നെ ഐറ്റംസ് ഇത് പെട്ടിക്കകത്തിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ പ്രത്യേക ഒരു ചെസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഗൺ പൗഡറുകൾ, ഇതിനകത്ത് ബോൺസ്, പിന്നെ ഇതിനകത്ത് ബാക്കി എല്ലാ ഐറ്റംസും. എനിക്ക് 7 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ 6 ക്യാരറ്റ്, ബാക്കി ഐറ്റംസ്. പിന്നെ ഒരു സ്ട്രിങ് ഞാൻ ഇനി എടുക്കുന്നില്ല. ഇത്ര സ്ട്രിങ് ഞാൻ പ്രത്യേകം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കാഫോൾഡിംഗ് ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ്. നമുക്ക് ഒരു ഏതൊക്കെ ഫാർമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ സ്കാഫോൾഡിംഗ് ഒക്കെ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു 3 സ്റ്റാക്ക് സ്ട്രിങ് മാറ്റി വെച്ചേക്കുന്നത്. ഇനി ഞാൻ എടുക്കുന്നില്ല, അധികം അത്യാവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന ആ ഒരു ആരോ, പിന്നെ ആർമർ ടൂൾസ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് ആവശ്യമില്ല. അതിൽ ഞാനിങ്ങനെ പെട്ടിക്കാരൻ എടുത്തിട്ട് ചുമ്മാ എവിടെയും കിടന്ന് കളയും. അതോടെ കിടന്ന് ഡിസ്പോൺ ആവുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒരു നെതർ വാട്ടർ ഫാം നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാക്ക് 16 ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു അയൺ ഫാമും വർക്കാവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഓക്കെ 3 സ്റ്റാക്ക്. ഈ ഒരു ക്രീപ്പറിൻ്റെ ഈ ഒരു ഗൺ പൗഡറൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വന്നത് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു 5 സ്റ്റാക്ക് അടുപ്പിച്ചുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിത് കുറച്ച് ആവശ്യമുണ്ട്. ഈ ഒരു ഒബ്സിഡിയൻ ഞാൻ മൈൻഡ് ചെയ്യുന്നത് എനിക്കൊരു എൻട്രച്ചസ് ഉണ്ടാക്കാനായിട്ടാണ്. ഓക്കെ, പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എനിക്ക് മറ്റേ എൻട്രപ്പളൊക്കെ ഒപ്പിക്കണം. എന്നിട്ട് എനിക്ക് അങ്ങോട്ടേക്കൊന്ന് പോവുകയും ചെയ്യണം, ആ ഒരു സ്ട്രോങ് ഹോൾഡിലേക്ക്. അതെവിടെ നിന്ന് എനിക്കറിയത്തില്ല, അങ്ങോട്ടൊന്ന് പോകണം. ഓക്കെ, എൻ്റെ ഫുഡ് റീസ്റ്റോക്കെയാണ്. ഇപ്പോൾ 23 തന്നെ ഉള്ളൂ. അത് കുറച്ച് ഒരു സ്റ്റാക്കിലും സെറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് കുറേ ടൈം എടുത്തു ഇതെല്ലാം ഒന്ന് മെൻറ്റ് ചെയ്യാനായിട്ട്. എനിക്കിനി ഇന്ത്യയിലോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് എൻഡർമാൻ ഫാമൊക്കെ ഉണ്ടാക്കണം. അതാകുമ്പോൾ ഒരു 10 മിനിറ്റ് നിന്നാൽ മതി. ഞാൻ എൻ്റെ ബെഡ് എടുക്കാൻ മറന്നുപോയി. ഒരു പുതിയ ബെഡൊക്കെ എടുത്തേക്കാം. അവിടെ 10 മിനിറ്റ് നിന്നാൽ മതി. ഇതിൻ്റെ ആർമർ ടൂൾസ് എല്ലാം കംപ്ലീറ്റ് മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പുതിയ ബെഡ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എൻട്ര ചെസ്റ്റ് ആദ്യം തന്നെ ഉണ്ടാക്കാം. എൻട്ര ചെസ്റ്റിന് നമുക്ക് എന്തൊക്കെ വേണം? ഒരു എൻട്രപ്പേൾ വേണം. പിന്നെ എൻട്രേ വേണം. അതുകൊണ്ട് നമ്മുടെ ബ്ലേസ് ഔട്ട് എല്ലാം എടുത്തേക്കാം. പിന്നെ ഒരു എൻട്രപ്പേളൊന്നും ഇല്ലേ? മറ്റേ വാരിയബിൾ ചെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇരിക്കുന്നത്. ഇത് നമുക്കൊരു സ്റ്റാക്കെല്ലാം വേണം. നമുക്കെല്ലാം ഈ ഒരു ബ്ലേസ് പൗഡർ ആക്കണ്ട. ചിലത് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് ബ്രൂവ് ചെയ്യാൻ മേലെ എടുക്കാം. നമുക്കിപ്പോൾ എൻട്രേ ഉണ്ടാക്കാൻ പറ്റും. ഇത് എറിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. ഞാൻ തരും ഇപ്പോൾ ഒരു എൻട്ര ചെസ്റ്റ് ഉണ്ടാക്കാം. യെസ്, ഇത് ഞാൻ ഇവിടെ വെച്ചേക്കാം. ഞാനത് കൈക്കൊണ്ട് നടക്കുന്നു. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ എന്താ വെക്കാൻ പറ്റുന്നത്? എനിക്കൊന്നും വെക്കാൻ പറ്റും. അതിൻ്റെ ഫോർച്യൂൺ പിക്കക്സ് വെക്കാം. പിന്നെ എനിക്ക് എലൈറ്റർ കിട്ടുമ്പോൾ ഇതിനകത്തായിരിക്കും ഞാൻ ചെസ്റ്റ് പ്ലേറ്റ് വെക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഗോൾഡൻ ക്യാരറ്റ്, എക്സ്ട്രാ ഫുഡ്, റോക്കറ്റ്, അതെല്ലാം ഇതിനകത്തായിരിക്കും വെക്കാൻ പോകുന്നത്. അത് ഷൾക്കർ ബോക്സിലാക്കിയിട്ടായിരിക്കും ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നെതറിലോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ നെതറിലോട്ട് പോകാം. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എല്ലാം ഒപ്പിക്കാൻ പറ്റും. ഒരു മറ്റേ എൻട്രപ്പേൾ ഇങ്ങോട്ടെങ്ങാണ്ടായിരുന്നു. ഇവിടെ ഒരു വില്ലേജർ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇവനെന്തായാലും ഇവിടെ തന്നെ നിൽക്കട്ടെ. ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റിയേക്കാം. അവൻ ഇങ്ങോട്ട് വരണ്ട. അവൻ്റെ നമുക്ക് വേണമെങ്കിൽ എൻട്രപ്പേൾ വരുന്ന എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നു. നിൻ്റെ മാത്രമല്ല എൻ്റെയിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒറ്റ വെട്ടിന് പോടാ. അവൻ്റെ എൻജായ് ചെയ്ത ക്രോസ് ബോ ഒക്കെയാണ് ഒറ്റ വെടി തീർന്നത്. ഇവന്മാരൊന്നും എനിക്ക് ആവശ്യമില്ല. പവർ 5 പവർ 5 ബോ. എൻ്റെ ആർമറിൽ ഇപ്പോൾ പോകും. 3 ഹാർട്ട്. രണ്ടിടത്തും ഗോൾഡ് ആർമറൊക്കെ ആയിട്ട് വരുന്നത്. നിൻ്റെ
എൻ്റെ ആർമർ ഞാൻ നല്ല ഉന്നം ഇവിടെ പോടാ. ഇവരിപ്പോൾ പോകും. അവനെ കൊന്നിട്ടുണ്ട്. ഓക്കെ, അവനും തീർന്നിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും മറ്റേ വാർപ്പിട് ഭയം ഉണ്ടെന്ന് ഞാൻ നോക്കുന്നത്. ഇവനെയൊക്കെ നമുക്കിനി ഒറ്റവെടി തീർക്കാൻ പറ്റത്തില്ല. ഓർച്ചപ്പൊന്നും എനിക്ക് വേണ്ട, ഞാൻ എടുക്കുന്നില്ല. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഓടാ, ഗോൾഡ് സോഡ എനിക്ക് വേണ്ട. അങ്ങോട്ട് കുറച്ച് കാണുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോയി നോക്കാം. ഞാൻ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. അവൻ തന്നെ നന്നാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അവന്മാരെ നമ്മൾ അറ്റാക്ക് ചെയ്തില്ല. ഒരു ക്രോസ് ബോട്ട് എൻ്റെ എന്നെ എൻജിനിങ് ഉള്ളത് അൺബ്രേക്കിംഗ് വണ്ണ്. അത് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇത് മറ്റേ ഇങ്ങോട്ടേക്ക് കുറച്ച് പോകുന്നുണ്ടല്ലേ. ഇവിടെയാണ് മറ്റേ എൻട്രമ്മ കുറേ സ്പോണാവുന്നത്. അതുകൊണ്ട് ഇവനെ നമുക്കിനി വശീകരിച്ച് വരുത്തണം. ഇത് ചെറുതാണോന്ന് എനിക്ക് തോന്നുന്നു. സ്മൈറ്റ് 5 എന്ത് 2 എന്നിട്ടോടാ. ഓക്കെ, 3 കിട്ടി. ഒരുത്തനെ കണ്ടപ്പോൾ 3 കിട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ഒരിപ്പോൾ തീരും തോന്നുന്നു. ഓക്കെ, എനിക്ക് ഒരു സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ മതിയാവും. ഓക്കെ, ഇനി നമുക്കിത് കംപ്ലീറ്റ് ആക്കണ്ട. നമുക്കൊരു 12 ആക്കിയാൽ മതി. ഓക്കെ, അതിൻ്റെ തന്നെ ഉണ്ട് റോഡ്. 1 2 3 4 5 12 ആക്കിയിട്ടുണ്ട്. 7 എനിക്ക് കൈ വേണം, എന്നാലും എനിക്ക് മറ്റേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രോയിസൺ ഇത് ഇത് എറിഞ്ഞിട്ട് ഇങ്ങനെ ബ്ലോക്ക് വെക്കുന്ന സംഭവം, അത് ചെയ്യാൻ പറ്റുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ താഴെ വീഴും. അല്ല, ഡ്രാഗൺ എന്നെ പറപ്പിക്കുന്ന എനിക്ക് അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് താഴോട്ട് ലാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാനൊരു അയൺ കൊണ്ടുവന്ന് എനിക്ക് ട്രേഡ് ചെയ്യാനാണ്. അപ്പം അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു എൻട്ര ചെസ്റ്റിനകത്തേക്ക് നമുക്ക് ഇത് വെച്ചേക്കാം. ഈ ഒരു എൻട്രപ്പേളും എൻട്രയും. ഓക്കെ, അതിന് കുറച്ച് ബ്ലോക്ക് വേണം. പിന്നെ വാട്ടർ ബക്കറ്റ് വേണം. അതാണ് മെയിൻ. ഞാൻ അത് ഉണ്ടാക്കിയിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതിന് നമുക്ക് വാട്ടർ നിറയ്ക്കണം. പിന്നെ ബ്ലോക്ക് ഒരു സ്റ്റാക്ക് നെതറാക്കാൻ എടുത്തേക്കാം. നമ്മൾ പൊട്ടിങ് എളുപ്പം. നെതറാക്ക് രണ്ട് സ്റ്റാക്ക് ഒന്നുകൂടെ. ഓക്കെ, 3 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. ഇതന്നെ മതിയാവും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ കുറച്ചുകൂടെ എടുത്തേക്കാം. ഇതിനകത്തുകൊണ്ട് അത് എടുത്തേക്കാം. ഓക്കെ, ബ്ലോക്ക് എല്ലാം ആയിട്ടുണ്ട്. ഇത് എൻട്രൻസ് വെച്ചേക്കാം. ഇത് നമുക്കൊരു ബക്കറ്റ് വെള്ളം എടുക്കാം. എൻ്റെ പോണ്ടിൽ നിന്ന് ഞാനിപ്പോൾ പോകുന്നത് മറ്റേ ഗോൾഡൻ ക്യാറ്റ് ട്രേഡ് ചെയ്യാനാണ്. ഇനി കുറച്ച് ഗോൾഡൻ ക്യാറ്റ് സെറ്റ് ചെയ്തിട്ട് വേണം. ഇതിലിപ്പോൾ കുറച്ച് ഗോൾഡൻ ക്യാറ്റേ ഉള്ളൂ, 14 ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തീരും. ഡ്രാഗനെ കൊല്ലാനായിട്ട് കുറച്ചുകൂടെ വേണ്ടി വരും. അതിനകത്ത് ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. ഇത് വൂൾ ഫാം ഞാൻ നോക്കിയിട്ട് കുറേ ദിവസമായി. ഇപ്പം എത്ര വന്നതാണ്? 2ാമത്തെ ലെയർ അറിയാറായി. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യണം. ഞാൻ എല്ലാം ചാടി നശിപ്പിക്കുന്നു ഫാം ലാൻഡ്. 11 എമറാൾഡ് അല്ലെങ്കിൽ ഇവന് കൊടുക്കണ്ട, ഞാൻ മറ്റവന് കൊടുക്കാം. മറ്റവനെ ഞാൻ ഇവനിപ്പോൾ എത്ര തരുന്നത്? ഇവനും 11 ആണ്. ഇവന്മാരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് എല്ലാം തീർന്ന്. ഓക്കെ, ഇനി ഇവന് കൊടുക്കണം.
കൊണ്ടുപോയി തിന്നടാ നമ്മള്. തീർന്നു. എൻ്റെ വെള്ളം തീർന്നു, അവൻ്റെ വെള്ളം തീർന്നു. ഓക്കെ ഓക്കെ, ഇത് വെച്ച് നമുക്ക് കുറച്ചുകൂടെ ഗോൾഡൻ ക്യാരറ്റ് ട്രേഡ് ചെയ്യാം. ഓക്കെ, എടാ ക്യാരറ്റ്. ഓക്കെ 36 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് 1/2 സ്റ്റാക്കാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇവിടെ ചെറിയൊരു വില്ലേജർ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അവനെയും ഒന്ന് വളർന്നിട്ട് ഞാൻ അവനെ ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗോൾഡൻ ക്യാരറ്റ് വാങ്ങാൻ പറ്റും. ഇപ്പോൾ 36 ഇതന്നെ ഇപ്പോഴത്തേക്കും മതി. ഇപ്പോഴത്തേക്കും തന്നെ ഈ ഒരു ഡ്രാഗനെ കൊല്ലാൻ ഇത് തന്നെ മതി. ഓക്കെ, ഇനി ഈ ഒരു എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബാക്കിയാണ് ഇവിടെ പെട്ടിക്കകത്ത് വെച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം, ആ ഒരു സ്ട്രോങ് ഹോൾഡിലേക്ക്. അതിന് എവിടെയാണോ 12 മതിയാവും, പൊട്ടിപ്പോകാമെന്ന് എനിക്ക് അറിയത്തില്ല. ആദ്യം തന്നെ അറിഞ്ഞു നോക്കാം. വീടിൻ്റെ മണ്ടയ്ക്ക് ഇനി അത് കയറി എടുക്കണം. ഓക്കെ, അങ്ങോട്ടേക്ക് എനിക്ക് വേറൊരു വില്ലേജ് ഉണ്ടായിരുന്നു, നമ്മൾ അന്ന് പോയ വില്ലേജ്. ഈ ആ വില്ലേജിൻ്റെ അടിയിലാണോ? നമുക്ക് ഈ ഒരു വില്ലേജിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സാധനം സ്പോൺ ആവുന്നത്, ഈ ഒരു സ്ട്രോങ് ഹോൾഡ്. അങ്ങോട്ടേക്കൊന്ന് പോകണോ? പോയി നോക്കാം. അതിന് നമുക്ക് നെതർ വഴി വാങ്ങി. അങ്ങോട്ടേക്ക് ഞാൻ പോർട്ടലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്ക് തന്നെയാണ് നമ്മുടെ ഒരു പോർട്ടൽ. ഞാൻ പൊട്ടിച്ചില്ലായിരുന്നോ? എടാ പൊട്ടാ, ഞാനത് പൊട്ടിച്ച് ഉണ്ടായിരിക്കുന്നു. ഇവിടുത്തെ ഒക്സിഡൻ വരെ ഞാൻ തൂക്കിക്കൊണ്ടുപോയി. ലൈറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വില്ലേജ് എത്തിയിട്ടുണ്ട്. നൈറ്റാണ്, തൊട്ടപ്പുറത്തെടുത്തുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് പോയിട്ട് തന്നെ കിടന്ന് ഉറങ്ങാൻ പോകണം. ഐ നീഡ് ഒരുത്തൻ്റെ വീട്ടിൽ കയറി വന്നേക്കുന്നു. പോടാ. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം പോട്ടെ. ഓക്കെ, അവിടെ കിടന്ന് ഡിസ്പോൺ ആവുമോ എന്തോ, കുഴപ്പമില്ല. ഓക്കെ, പോടാ എല്ലാം. അപ്പോൾ ഈ വില്ലേജിൽ തന്നെ ആയിരിക്കും. കാരണം വില്ലേജിൽ തന്നെയാണ് സ്പോൺ ആവർ. വില്ലേജ് മാത്രമേ അവിടെ സ്പോൺ ആവാറുള്ളൂ. നമുക്ക് അവിടെ നിന്ന് കുഴിച്ച് തുടങ്ങാം.